ഹായ് മക്കളെ, വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് എജ്യൂമിസ്റ്റ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ക്ലാസ് 4 EVS വിങ്ഡ് ബഡീസ് എന്ന ചാപ്റ്ററാണ്. നമുക്ക് ഫസ്റ്റ് തന്നെ ഒരു പാട്ടാണ് ടീച്ചർ പാടിയിട്ട് ചോദിക്കുന്നത്. ഈ പാട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ കുയിലിൻ്റെ പാട്ട് കേട്ടിട്ടുണ്ട് അല്ലേ? എല്ലാവരും കുയിലിൻ്റെ പാട്ട് കേൾക്കാറുണ്ട്. പിന്നെ ചില പക്ഷികൾ രാവിലെ അവരുടെ ആ മോർണിംഗ് ടൈമിൽ അവർ ചെറുപ്പ് ചെയ്യാറുണ്ട് അല്ലേ? അവരുടെ പാട്ടുകൾ പാടുന്നതൊക്കെ നമ്മൾ കേൾക്കാറുണ്ട് അല്ലേ? അപ്പോൾ എല്ലാവരും ഫെമിലിയറാണ് പക്ഷികളെ കുറിച്ചിട്ട്. അപ്പോൾ ആദ്യത്തെ ആ പേജിൽ നമുക്ക് കുറച്ച് പക്ഷികളുടെ പിക്ചർ തന്നിട്ടുണ്ട്. ആ പക്ഷികളെയൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കുക. ഈ പാട്ട് പാടുന്ന പക്ഷി, ഒത്തിരി പക്ഷികൾ, കുയിൽ മാത്രമല്ല അല്ലാതെയും 2-3 പക്ഷികളൊക്കെ പാട്ട് പാടാറുണ്ട്. അപ്പോൾ അവരെയൊക്കെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കുക. ഇതെല്ലാമാണ് ആദ്യത്തെ ഒരു ആ പേജുകളിൽ കൊടുത്തിരിക്കുന്നത്. പിന്നെ എന്ത് കളറാണ് ആ പക്ഷിക്കുള്ളത് അതൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവർ പറയുന്നുണ്ട് ചിന്നക്കുരുവട്ടൻ എന്ന് പറഞ്ഞാൽ വൈറ്റ് ചീക്ഡ് ബാർബറ്റാണ് അത്. ഇനി നെക്സ്റ്റ് പേജിൽ ഒത്തിരി പക്ഷികളെ കൊടുത്തിട്ടുണ്ട്. ആ പക്ഷികളുടെ എല്ലാ പക്ഷികളുടെയും പേരൊന്ന് എഴുതി വെച്ചിരുന്നെങ്കിൽ നല്ലതായിരിക്കും. കുട്ടികൾക്ക് പരിചയമാകും. എല്ലാ പക്ഷികളും അറിയാവുന്നതും അറിയാത്തതുമായിട്ടുള്ള കുറേ പക്ഷികളുണ്ടാകും. അപ്പോൾ എത്ര പക്ഷികളെ നിങ്ങൾക്ക് മനസ്സിലായി അതെല്ലാം ഒന്ന് എഴുതി വെക്കുക. ഇനി ദർ ആർ മെനി ടൈപ്സ് ഓഫ് ബേർഡ്സ് അല്ലേ? ഒത്തിരി ടൈപ്പ് ബേർഡ്സ് ഉണ്ട്. വിച്ച് ആർ ദ ബേർഡ്സ് പ്രസൻറ്റ് ഇൻ യുവർ ഏരിയ? അപ്പം നിങ്ങളുടെ ഏരിയയിൽ, ഓരോ ഏരിയയിലും ഓരോ പക്ഷികളാണല്ലോ കൂടുതലായി കാണുക. അപ്പം നിങ്ങളുടെ ഏരിയയിൽ ഏത് പക്ഷിയാണ് നിങ്ങൾ കണ്ടിട്ടുള്ളത്, ഏതൊക്കെ പക്ഷികളാണ് വരാറുള്ളത് എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതുക. ഇപ്പം ഞങ്ങളുടെ ഏരിയയിലാണെങ്കിൽ മയിൽ വരാറുണ്ട്, തത്ത വരാറുണ്ട്, പിന്നെ മുയൽ റാഞ്ചൻ എന്ന് പറഞ്ഞൊരു പക്ഷി വരാറുണ്ട്, പുള്ള് വരാറുണ്ട്, മൈന വരാറുണ്ട്. അപ്പോൾ അങ്ങനെ കുറേ പക്ഷികൾ വരാറുണ്ട്. അപ്പം നമുക്ക് ആ പക്ഷികളുടെ പേരുകളൊക്കെ നമുക്ക് ഒന്ന് കുറിച്ച് വെക്കാം. ഹൗ മെനി ഓഫ് ദം ആർ ഫെമിലിയർ ടു യു ആൻഡ് നെയിം നോൺ ടു യു? അപ്പോൾ ഈ പക്ഷികളെയൊക്കെ കണ്ടാൽ നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റുമോ? നിങ്ങൾക്ക് ഈ പക്ഷികളുടെ പേരുകൾ നിങ്ങൾക്ക് അറിയാവോ? അപ്പോൾ ഇതെല്ലാം നമുക്ക് എന്ത് ചെയ്യാം, സയൻസ് ഡയറിയിൽ എഴുതി വെക്കാം. നിങ്ങൾക്ക് അറിയാവുന്ന പക്ഷികളും ആ പക്ഷികളുടെ പേരുകളും. ഇനി അടുത്തത് കൊടുത്തിരിക്കുന്നത് കളർ ആൻഡ് മേക്ക് ദം ബ്യൂട്ടിഫുൾ. 4 പക്ഷികളുടെ പിക്ചർ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ കളർ ചെയ്യുക. ഫസ്റ്റ് വൺ പാരറ്റ് ആണ്, സെക്കൻഡ് വൺ ബുൾബുൾ, തേർഡ് പീകോക്ക്, ഫോർത്ത് കിങ് ഫിഷർ. അങ്ങനെ 4 പക്ഷികളുടെ പിക്ചർ കൊടുത്തിട്ടുണ്ട്. ഇത് കളർ ചെയ്യുക. ഇനി വാട്ട് വേസ് ഡു ദ ബേർഡ്സ് ഇൻ ദ പിക്ചർ ഡിഫർ? അപ്പോൾ ഈ 4 പക്ഷികൾ എന്തൊക്കെ ടൈപ്പ് ഡിഫറൻസ് ആണ് ഇവർക്കുള്ളത്, ഏതൊക്കെ കാര്യങ്ങളിലാണ് ഇവർ വ്യത്യസ്തരായിരിക്കുന്നത്? ഇവർ കുറേ കാര്യങ്ങളിൽ വ്യത്യസ്തരാണല്ലേ, എല്ലാ കാര്യത്തിലും. ഇപ്പോൾ നോക്കൂ, ചിറകുകളിൽ നോക്കൂ, ഫെദേഴ്സ് നോക്കൂ. ഫെദറിൻ്റെ കളർ വെച്ചിട്ട് 4 പേര് 4 ടൈപ്പാണ്. അപ്പോൾ കളർ ഓഫ് ദെയർ ഫെദർ. ഇനി ഇവരുടെ ഷേപ്പ് നോക്കൂ. ഈ ബുൾബുള് ചെറുതാണ്, തത്ത ചെറുതാണ്, കിങ് ഫിഷർ കുറച്ചുകൂടി ചെറുതാണ്, പീകോക്ക് വലുതാണ്. അപ്പോൾ ഷേപ്പ് ഓഫ് ദ ബോഡി, അവരുടെ ഷേപ്പ്, സൈസ് ഓഫ് ദ ബോഡി. പിന്നെ അവരുടെ ചുണ്ടുകൾ നോക്കൂ, ചുണ്ടുകൾക്ക് വ്യത്യാസമുണ്ട്. 4 പേരുടെ ചുണ്ടുകളും 4 ടൈപ്പാണ്. അപ്പോൾ അവരുടെ ബീക്കിൻ്റെ ഷേപ്പ്, അതിൻ്റെ സൈസ്. ഇനി അവരുടെ കാലുകൾ നോക്കൂ, ഓരോരുത്തരുടെയും കാല് വ്യത്യാസമുണ്ട്. അപ്പോൾ കാലിൻ്റെ ലെങ്ത് ആൻഡ് സൈസ് ഓഫ് ദെയർ ലെഗ്സ് അത് നമുക്ക് എഴുതാം. നെക്സ്റ്റ് ഫുഡ് ഹാബിറ്റ്സ്, അവർ കഴിക്കുന്ന ഭക്ഷണം എന്തൊക്കെയാണ് അത് വെച്ചിട്ട് നമുക്ക് ഇവരെ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റും. ഫ്ലൈറ്റ് എബിലിറ്റീസ്, പറക്കാനുള്ള കഴിവ് വെച്ചിട്ട് നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റും. വോയിസ് ആൻഡ് സോങ്, പാടാനുള്ള കഴിവും അവരുടെ ശബ്ദവും വെച്ചിട്ട് നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റും. ഓരോ പക്ഷിക്കും ഓരോ ശബ്ദമാണല്ലോ ഉള്ളത്. നെസ്റ്റിംഗ് ഹാബിറ്റ്സ്, അവർ കൂട് കൂട്ടുന്നത് വെച്ചിട്ട് ഏത് ടൈപ്പ് കൂടാണ് അവരുണ്ടാക്കുന്നത്, ഓരോ പക്ഷിയുടെയും കൂട് വ്യത്യാസം ഉണ്ടാകും അല്ലേ? അപ്പോൾ അങ്ങനെ ഇത്രയും കാര്യങ്ങൾ വെച്ചിട്ട് നമുക്ക് അവരെ എന്ത് ചെയ്യാൻ പറ്റും, ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റും. ഓരോ പക്ഷിയും ഡിഫറെൻ്റ് ആണ്. ലെറ്റ്സ് ക്ലാസിഫൈ ദം. ഡു ഓൾ ബേർഡ്സ് ഇൻ യുവർ ഏരിയ ഹാവ് ഫെദേഴ്സ് ഓഫ് ദ സെയിം കളർ? അപ്പോൾ നമ്മുടെ ഏരിയയിലുള്ള എല്ലാ പക്ഷികൾക്കും ഒരേ കളറിലെ ചിറകുകളാണോ ഉള്ളത്, തൂവലുകളാണോ ഉള്ളത്? അല്ല അല്ലേ, എല്ലാവർക്കും വ്യത്യസ്തമായിട്ടുള്ള തൂവലുകളാണുള്ളത്. ഹാവിൻറ്റ് യു സീൻ ബേർഡ്സ് വിത്ത് ഫെദേഴ്സ് ഓഫ് ഡിഫറെൻറ്റ് കളേഴ്സ്? അല്ല, നമ്മൾ പല കളറുള്ള പല നിറത്തിലുള്ള തൂവലുള്ള പക്ഷികളെ കണ്ടിട്ടുണ്ട് അല്ലേ? നെയിം ദ ബേർഡ്സ് ദാറ്റ് ഹാവ് ഡിഫറെൻ്റ്ലി കളർഡ് ഫെദേഴ്സ്. ഇനി നമ്മൾ ഒരു ടേബിളിൽ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് പല കളറുള്ള തൂവലുള്ള പക്ഷികളുടെ പേരുകൾ എഴുതാൻ പോവാണ്. അപ്പോൾ ആദ്യത്തിനകത്ത് ബേർഡ്സ് വിത്ത് സെയിം ഫെദേഴ്സ് ഓഫ് ദ സെയിം കളർ ഓൺ ദെയർ ബോഡി, ഒരേ നിറത്തിലുള്ള തൂവലുകളുള്ള പക്ഷിയുടെ പേരാണ് ആദ്യത്തെ ബോക്സിൽ എഴുതാൻ പോകുന്നത്. ക്രോ, പാരറ്റ്,
പീജിയൻ പീജിയൻ ഗ്രേയിഷ് ബ്ലൂ കളറാണ്. അത് എല്ലാ സ്ഥലത്തും ഒരേപോലത്തെ ഒരു കളറാണ്. കഴുത്തിൻ്റെ ഭാഗത്ത് വെച്ചിട്ട് ഡാർക്കും പിന്നെ ചിറകിൻ്റെ ഭാഗത്ത് വെച്ചിട്ട് ലൈറ്റും ആയിട്ടുള്ള ഒരു കളറാണെന്നേ ഉള്ളൂ. പിന്നെ മൈനക്ക് ഒരു ഡാർക്ക് ബ്രൗണും ലൈറ്റ് ബ്രൗണും കൂടിയുള്ളൊരു കളറാണ്. ഡവ് വൈറ്റാണ്. എമു ഒരു ഗ്രേയിഷ് കളറാണ്. ഔൾ ഒരു ബ്രൗണിഷ് കളറാണ്. ഫ്ലാമിങ്ങോ പിങ്ക് കളറാണ്. ഇവരൊക്കെ ഏകദേശം എല്ലാ സ്ഥലത്തും ഒരേ നിറം തന്നെയാണുള്ളത്. ഇനി ബേർഡ്സ് വിത്ത് ഫെദേഴ്സ് ഓഫ് ഡിഫറെൻറ്റ് കളേഴ്സ് ഓൺ ദെയർ ബോഡി. പല കളറുള്ള ചിറകുകളും തൂവലുകളും ഉള്ള പക്ഷികളുടെ പേര്. പീകോക്ക് ആദ്യം തന്നിട്ടുണ്ട്. കിങ്ഫിഷറിന് ഒരു ഓറഞ്ചും ഒരു ബ്ലൂവും കളറുണ്ട്. മാക്കോ പല ടൈപ്പ് ഉണ്ട്. റെഡ്, യെല്ലോ, ഗ്രീൻ, ബ്ലൂ ഒക്കെ മിക്സഡ് ആയിട്ടുള്ള മാക്കോ ഉണ്ട്. ഡക്കിനും ഉണ്ട് ഡിഫറെൻറ്റ് കളേഴ്സ്. റൂസ്റ്ററിൻ്റെ വാലുകൾക്ക് എല്ലാത്തിനും വ്യത്യസ്ത കളറാണല്ലോ. റോബിൻ്റെ നെഞ്ചിൽ റെഡ് കളറും ബാക്കി ഭാഗത്ത് ബ്രൗൺ കളറുമാണ്. പെൻഗ്വിൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് പെൻഗ്വിൻ. വുഡ്പെക്കറിനും അതുപോലെ തന്നെ ഒരു ബ്രൗണും ബ്ലാക്കും ഒക്കെ കൂടി മിക്സ് ആയിട്ടുള്ള ഒരു കളറാണ്. പിന്നെ വൈറ്റും ഉണ്ട് വുഡ്പെക്കറിന്. ഓസ്ട്രിച്ചിന് ഗ്രേയും ബ്ലാക്കും വൈറ്റും ഉണ്ട്. ചിറകിൻ്റെ ഒരു ഭാഗത്ത് വൈറ്റും ബാക്കിയുള്ള ഭാഗത്ത് ഗ്രേയും ബ്ലാക്കും ആണുള്ളത്. ഈഗിളിനും അതുപോലെ തന്നെ വൈറ്റ് കളറും ഉണ്ട്, അതുപോലെ ഡാർക്ക് ബ്രൗണിഷ് ഒരു കളറും ഉണ്ട്. ഇനി വാട്ട് ആർ ദ കോമൺ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ബേർഡ്സിൻ്റെ കോമൺ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണെന്നാണ് നമ്മളിനി നോക്കാൻ പോകുന്നത്. ഫെദേഴ്സ്, ബീക്ക്, വിങ്സ്, ലെഗ്സ്, കീൻ സൈറ്റ്, പ്ലേസ് ടു ലിവ്, എഗ്സ്. ഇതെല്ലാമാണ് കോമൺ ക്യാരക്ടറിസ്റ്റിക്സ്. ചിറകുകൾ, ബീക്ക്, ഇതൊക്കെ നമ്മൾ നോക്കും. ലെഗ് നോക്കും. പ്ലേസ് ടു ലിവ്, എഗ്സ്, വിങ്സ്, ഇതെല്ലാമാണ് കോമൺ ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് നമ്മൾ നോക്കുന്നത്. ബൈ ഒബ്സർവിങ് അവർ സറൗണ്ടിങ്സ് വി ക്യാൻ ഓൾസോ ഫൈൻഡ് ബേർഡ്സ് വിത്ത് ഡിഫറെൻറ്റ് ക്യാരക്ടറിസ്റ്റിക്സ്. പല ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ള പല സ്വഭാവങ്ങളുള്ള പക്ഷികളെ നമുക്ക് കാണാൻ പറ്റും. ഒബ്സർവ് അവർ സറൗണ്ടിങ്സ് ആൻഡ് ഫൈൻഡ് ഔട്ട് ഡൈവേഴ്സ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ബേർഡ്സ്. അപ്പോൾ പല പക്ഷികൾക്ക് പല സ്വഭാവങ്ങളായിരിക്കും ഉണ്ടാവുക. അപ്പോൾ അങ്ങനത്തെ പല സ്വഭാവങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് കണ്ടുപിടിക്കാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. യൂസ് ബൈനോക്കുലേഴ്സ് ഇഫ് അവൈലബിൾ ടു ഒബ്സർവ് ബേർഡ്സ്. അപ്പോൾ ബേർഡ്സിനെ നോക്കാൻ വേണ്ടി ബൈനോക്കുലേഴ്സ് കിട്ടിയാൽ അത് യൂസ് ചെയ്യാനും പറഞ്ഞിട്ടുണ്ട്. പ്ലേസ് വെയർ ദ ബേർഡ് ഈസ് സീൻ. ഇനി നമുക്ക് പക്ഷികളെ കാണുന്ന ആ സ്ഥലം ഏതാണെന്ന് നോക്കാം. ടൈം വെൻ ഇറ്റ് ഈസ് സീൻ. ഏത് സമയത്താണ് അവരെ കാണുന്നതെന്ന് നോക്കാം. രാവിലെ ആണോ, വൈകിട്ടാണോ, രാത്രിയാണോ, അങ്ങനെ നോക്കാം. പക്ഷികളുടെ സൈസ് നോക്കണം. കളർ പക്ഷികളുടെ നിറം നോക്കണം. നെസ്റ്റ്, അങ്ങനെ എങ്ങനത്തെ കൂടാണ് ഉണ്ടാക്കുന്നത്, എവിടെയാണ് കൂടുണ്ടാക്കുന്നത്. പലരുടെയും കൂട് പല ടൈപ്പായിരിക്കുള്ളൂ. അപ്പോൾ നെസ്റ്റിൽ വ്യത്യാസം ഉണ്ടാകും. സൗണ്ട്, അവരുണ്ടാക്കുന്ന സൗണ്ട് എന്താണ്, അതിന് വ്യത്യാസം ഉണ്ടാകും. സൈസ് ഓഫ് ലെങ്ത്, കളർ, നമ്പർ ഓഫ് ടോസ്. ഇപ്പോൾ കാലിൻ്റെ നീട്ടം, കാലിൻ്റെ നിറം, കാലിൽ എത്ര ടോസ് ഉണ്ട്, എത്ര വിരലുകളുണ്ട്, കാൽവിരലുകൾ എത്ര എണ്ണമുണ്ട്, അതൊക്കെ എല്ലാം നമ്മൾ നോക്കേണ്ടി വരും. സൈസ് ആൻഡ് കളർ ഓഫ് ഐസ്, കണ്ണിൻ്റെ നിറവും അതിൻ്റെ വലിപ്പവും. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഫെദർ, തൂവലുകൾ തന്നെ പല ടൈപ്പ് തൂവലുകളുണ്ട്. അപ്പോൾ ഈ തൂവലിൻ്റെ പ്രത്യേകതകൾ നോക്കും. സ്റ്റൈൽ ഓഫ് ഫ്ലൈയിങ്, പറക്കുന്നതിൻ്റെ സ്റ്റൈൽ എങ്ങനെയാണ്, അവർ കഴിക്കുന്ന ഭക്ഷണം, ഫുഡ് ദേ ഈറ്റ്. സൈസ് ആൻഡ് ഷേപ്പ് ഓഫ് എഗ്ഗ്, മുട്ടയുടെ സൈസും അതിൻ്റെ ഷേപ്പും അതിൻ്റെ നിറവും കളറും നോക്കും. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ബീക്ക്, ചുണ്ടുകൾ എങ്ങനെയാണ്, ചുണ്ടിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ്, വളഞ്ഞതാണോ നീട്ടമുള്ളതാണോ, അങ്ങനെ ചെറുതാണോ വലുതാണോ, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ. ഇനി ഒബ്സർവേഷൻ നോട്ട് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. നെയിം ഓഫ് ദ ബേർഡ്, പ്ലേസ് വെയർ ഇറ്റ് വാസ് സീൻ, അതെവിടെയാണ് കാണുന്നത് എന്നുള്ളത്, ആ ബേർഡിനെ എവിടെയാണ് കാണുക. പിന്നെ ടൈം വെൻ ഇറ്റ് വാസ് സീൻ, ഏത് സമയത്താണ് കാണുന്നത്. കളർ, ഫീച്ചേഴ്സ് ഓഫ് ദ ബീക്ക്, ചുണ്ടിൻ്റെ ഷേപ്പ് എങ്ങനെയാണ്, സൈസ്, കളറ്, അതൊക്കെ. ഫീച്ചേഴ്സ് ഓഫ് ലെഗ്, കാലെങ്ങനെയാണ്, കാലിൽ എത്ര പാദങ്ങളുണ്ട്, അത് കയറുന്ന പ്രീച്ചറാണോ ക്ലൈംബറാണോ, അങ്ങനെ അതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്നുള്ളത്. ഫീച്ചേഴ്സ് ഓഫ് ദ ടെയിൽ, വാല് എങ്ങനെയാണ്, വാലിന് നീട്ടമുണ്ടോ, ട്രയാങ്കിൾ ഷേപ്പാണോ അല്ലെങ്കിൽ സ്ക്വയർ ഷേപ്പാണോ, ആ ഫീച്ചേഴ്സ് നോക്കും. അതർ ഫീച്ചേഴ്സ്. ഇനി ബാക്കി വേറെ എന്തെങ്കിലും പ്രത്യേകതകളുണ്ട്. ഇപ്പോൾ പാരറ്റിൻ്റെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. പാരറ്റിൻ്റെ കഴുത്തിലൊരു ചുവപ്പ് റിങ് ഉണ്ടാകും, പക്ഷെ അത് എല്ലാ പാരറ്റിനും ഉണ്ടാവില്ല. അതുണ്ടാവുന്നത്
ആൺതത്തകൾക്ക് മാത്രമാണ്. പിന്നെ ഇവർ മുട്ടയിടുന്നത് എവിടെയാണ്? മരത്തിൻ്റെ പൊത്തുകളിലാണ് മുട്ടയിടാറുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഒബ്സർവേഷൻ നോട്ടിൽ എഴുതാനുള്ളത്. ഇത് നിങ്ങൾ നിങ്ങളുടെ പരിസരത്ത് വരുന്ന ഒരു പക്ഷീനെ കുറിച്ച് എഴുതുന്നതായിരിക്കും ഏറ്റവും നല്ലത്. നിങ്ങളുടെ പരിസരത്ത് നിങ്ങൾ കാണുന്ന ഒരു പക്ഷി, ആ പക്ഷിയുടെ ഈ ക്യാരക്ടേഴ്സൊക്കെ എല്ലാം എങ്ങനെയാണെന്നുള്ളത് നോക്കി എഴുതുക. ഇനി ലെറ്റ്സ് കംപ്ലീറ്റ്. ദ ലാർജസ്റ്റ് ബേർഡ്, ഏറ്റവും വലിപ്പമുള്ള പക്ഷി ഓസ്ട്രിച്ച്. ദ ബേർഡ് ദാറ്റ് ഫ്ലൈസ് ബാക്ക്വേർഡ്സ്, ഹമ്മിങ് ബേർഡാണ്. പുറകിലേക്ക് പറക്കാൻ കഴിവുള്ള പക്ഷി ഹമ്മിങ് ബേർഡാണ്. ആകെ ഈ ഒരു പക്ഷിക്ക് മാത്രമേ പുറകിലേക്ക് പറക്കാൻ കഴിയുള്ളൂ. ഹയസ്റ്റ് ഫ്ലൈയിങ് ബേർഡ്, ഏറ്റവും ഉയരത്തിൽ പറക്കുന്ന പക്ഷി. 11,000 കിലോമീറ്റേഴ്സാണിത് ഏറ്റവും കൂടുതൽ ഉയരത്തിൽ പറന്നിരിക്കുന്നത്. റെപ്പൽസ് ഗിഫൺ വത്സറാണ്. ബേർഡ് ദാറ്റ് ഡു നോട്ട് ഫ്ലൈ, പെൻഗ്വിൻ, ഓസ്ട്രിച്ച്, കിവി, എമു. പറക്കാത്ത പക്ഷികൾ, പെൻഗ്വിൻ പറക്കില്ല, ഓസ്ട്രിച്ച് പറക്കില്ല, കിവി പറക്കില്ല, എമു പറക്കില്ല. പറക്കില്ല മീൻസ് പറന്നൊരു മരത്തിൻ്റെ മേളിൽ വരെയൊക്കെ കയറാൻ പറ്റും, ദീർഘദൂരം പറക്കാൻ പറ്റില്ല എന്നാണ് ഉദ്ദേശിച്ചത്. ദ സ്മോളസ്റ്റ് ബേർഡ്, ഏറ്റവും ചെറിയ പക്ഷി ഹമ്മിങ് ബേർഡ്. അതെല്ലാവർക്കും. നെക്സ്റ്റ് ഫുഡ് ഓഫ് ഓൾ കൈൻഡ്സ്, ഭക്ഷണത്തിനെ പറ്റിയാണ് അടുത്തത് പറയുന്നത്. ഐ ടു ഗോട്ട് ബിഗ് ഫിഷ്, ദീസ് ഗ്രെയിൻസ് ആർ മൈ ഫുഡ്. അപ്പോൾ ആദ്യം തന്നെ കാണിച്ചിരിക്കുന്നത് കിങ് ഫിഷറാണ്. കിങ് ഫിഷർ കഴിക്കുന്നത് ഫിഷാണ്. എനിക്കൊരു വലിയ ഫിഷ് കിട്ടിയെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ദീസ് ഗ്രെയിൻസ് ആർ മൈ ഫുഡ്, ഈ നെൽമണികളാണ് എൻ്റെ ആഹാരം എന്ന് പറഞ്ഞിട്ട് പാരറ്റ് ഇരിക്കുന്നുണ്ട്. ടുഡേസ് മീൽ ഈസ് ഗ്രേറ്റ്, അത് നമ്മുടെ ഈഗിളാണ് പറയുന്നത് ഇന്നത്തെ ഭക്ഷണം നല്ലതായിരുന്നു എന്ന്. ഇനി നമ്മൾ എഴുതാനുള്ളത് ഡു ഓൾ ബേർഡ്സ് ഈറ്റ് ദ സെയിം ഫുഡ്, എല്ലാ പക്ഷികളും ഒരേപോലത്തെ ഫുഡാണോ കഴിക്കുന്നത്? അല്ല, എല്ലാവരും വ്യത്യസ്തമായിട്ടുള്ള ഫുഡാണ് കഴിക്കുന്നത് അല്ലേ. അപ്പോൾ നമുക്കൊരു ചാർട്ട് തന്നിട്ടുണ്ട് താഴെ, അതൊന്ന് ഫില്ല് ചെയ്യാം. പാരറ്റ് എന്തൊക്കെയാണ് കഴിക്കുക? ഗ്രെയിൻ ഉണ്ട്, അത് ഓൾറെഡി തന്നിട്ടുണ്ട്. ഫ്രൂട്ട്സ്, നട്ട്സ്, സീഡ്സ്, വെജിറ്റബിൾസ്, ഇൻസെക്ട്സ്, ഇതെല്ലാം പാരറ്റ് കഴിക്കും. ഇനി കിങ് ഫിഷർ കഴിക്കുന്നത് ഫിഷ്, ഫ്രോഗ്, ഇൻസെക്ട്, സ്മോൾ റെപ്റ്റൈൽസ്, ചെറിയ ഇഴജന്തുക്കൾ, വല്ല ഓന്തോ അരണയോ അങ്ങനെയുള്ള സാധനങ്ങളാണ് ചെറിയ ഇഴജന്തുക്കൾ. വേണമെങ്കിൽ പാമ്പിനെയും ചിലപ്പോൾ ചെറിയ പഴുതാരയോ പാമ്പോ ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ അതൊക്കെയും തട്ടും. റോഡൻസ് എന്ന് പറഞ്ഞാൽ എലിയോ അല്ലെങ്കിൽ മൈസോ റാറ്റോ, അതാണ് റോഡൻസ്. എലിയോ അല്ലെങ്കിൽ എലീനെ പോലത്തെ അണ്ണാനോ എന്തെങ്കിലുമൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അവരെയും തട്ടും. ക്രസ്റ്റേഷ്യൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തൊണ്ടുള്ള ജീവികളാണ്. ചെറിയ ഞണ്ടുകളൊക്കെ ഈ കായലോരത്തൊക്കെ ഉണ്ടാകും, ചെറിയ ഞണ്ടുകൾ, കായൽ ഞണ്ടുകൾ, ചെറുതായിരിക്കും അത് അങ്ങനത്തെ സാധനമൊക്കെ കിട്ടിയാൽ അത് കഴിക്കും. പ്ലാങ്ക്ടൺസിനെ കിട്ടിയാൽ ചെറിയ പായൽ പോലത്തെ ജീവികളാണ്, അത് കിട്ടിയാൽ അതും കഴിക്കും. ഇനി കൈറ്റ് എന്തൊക്കെയാണ് കഴിക്കുക? റോഡൻസ്, അതായത് എലീൻ്റെ വർഗ്ഗത്തിൽപ്പെട്ട വേറെ എന്തെങ്കിലും ജീവികളായിട്ടുള്ള അണ്ണാനെയോ എന്തെങ്കിലും കിട്ടിയാൽ അതൊക്കെ തട്ടും. സ്മോൾ ബേർഡ്സ്, ചെറിയ പക്ഷികൾ, അതായത് കോഴിക്കുഞ്ഞിനെയോ അല്ലെങ്കിൽ നമ്മൾ കൊത്തിച്ച് പുറത്തിറക്കുന്ന താറാവ് കുഞ്ഞിനെയോ അല്ലെങ്കിൽ കാടക്കുഞ്ഞിനെയോ ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ അതൊക്കെ തട്ടും. സ്നേക്ക്, ലിസാർഡ്, ഫ്രോഗ്, ഇൻസെക്ട്സ്, ഫിഷ്, ഡെഡ് അനിമൽസ്. ചത്ത മൃഗങ്ങളെയും ഇവർ വെറുതെ വിടില്ല. ചത്ത മൃഗങ്ങളെയും ചത്ത ബോഡി പാർട്സൊക്കെ ഇവർ കഴിക്കും. അടുത്തത് വുഡ് പെക്കറാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. ഇൻസെക്ട്സ്, ലാർവ, ടെർമൈറ്റ്സ്, കാർപ്പൻറ്റർ, ആൻഡ്സ്, നട്ട്സ്, സീഡ്സ്, ഫ്രൂട്ട്സ്, ബെറീസ്. വുഡ് പെക്കർ മരംകൊത്തി ചെറിയ ഷഡ്പദങ്ങളെ കഴിക്കും. ലാർവ എന്ന് പറഞ്ഞാൽ ഈ ബട്ടർഫ്ലൈ ആകുന്നതിന് മുമ്പുണ്ടാകുന്ന ഒരു സ്റ്റേജിലുള്ള ലാർവയില്ലേ, അതിനെയൊക്കെ കഴിക്കും. ടെർമൈറ്റ്സ്, ചിതലുകളെ കഴിക്കും. കാർപ്പൻറ്റർ ആൻസ്, ഈ മരത്തിൻ്റെ ഉള്ളിൽ ജീവിക്കുന്ന ഉറുമ്പുകളുണ്ട്, അതിനെ കഴിക്കും. നട്ട്സും, സീഡ്സും, ഫ്രൂട്ട്സും, ബെറീസ് എല്ലാ കായ്കളും കഴിക്കും. നെക്സ്റ്റ് ഫ്ലെമിംഗോ, ടൈനി ഷ്രിംസ്, ആൽഗെ, ക്രസ്റ്റേഷ്യൻസ്, ലാർവ, മൈക്രോസ്കോപ്പിക് വാട്ടർ ഓർഗാനിസം, പ്ലാങ്ക്ടൺസ്. ഇപ്പോൾ ഫ്ലാമിംഗോ കഴിക്കുന്നത് വെള്ളത്തിൽ ജീവിക്കുന്ന ചെറിയ ചെമ്മീനുകൾ, ആൽഗകൾ, ക്രസ്റ്റേഷ്യൻസ് എന്ന് പറഞ്ഞാൽ ചെറിയ ഞണ്ടുകൾ, ലാർവേ, വെള്ളത്തിനുള്ളിലുള്ള ലാർവേകൾ, ഈ കൊതുകിൻ്റെയും അതുപോലെയുള്ള ജീവികളുടെയും ലാർവേകൾ ഉണ്ടാകും. മൈക്രോസ്കോപ്പിക് വാട്ടർ ഓർഗാനിസംസ്, സൂക്ഷ്മദർശിനിയിൽ കൂടി മാത്രം കാണാൻ പറ്റുന്ന ജീവികളുണ്ടാകും, അത് പുഴുക്കളും സാധനങ്ങളൊക്കെ ഉണ്ടാകും. പ്ലാങ്ക്ടൺസ്, വെള്ളത്തിൽ ജീവിക്കുന്ന ഒരു പായൽ ആണ് പ്ലാങ്ക്ടൺ, ചെറിയൊരു ജീവി, അതിനെയൊക്കെ തിന്നും. ക്രോ, ഗ്രെയിൻസ്, നട്ട്സ്, സീഡ്സ്, ഫ്രൂട്ട്സ്, വെജീസ്, ഇൻസെക്ട്സ്, ഫുഡ് വേസ്റ്റ്,
ഡെഡ് ആനിമൽസ്, ബേർഡ് എഗ്, സ്മോൾ ആനിമൽസ്. അപ്പോൾ ഇതെല്ലാ സാധനങ്ങളുമാണ് കാക്ക തിന്നണത്. കാക്ക ചത്ത ജീവികളെ കഴിക്കും, ഇൻസെക്ട്സിനെ കഴിക്കും, ബേർഡിൻ്റെ എഗ്ഗ് മറ്റുള്ള പക്ഷികളുടെ മുട്ട കഴിക്കും. ചെറിയ ചെറിയ ആനിമൽസിനെയൊക്കെ കിട്ടിയാൽ അതിനെയൊക്കെ ഒന്നും വെറുതെ വിടില്ല, അതിനെയൊക്കെ തട്ടും. ഫുഡ് വേസ്റ്റ്, മനുഷ്യന്മാർ പുറത്ത് കൊണ്ടേ കളയുന്ന എല്ലാ ഫുഡിൻ്റെ വേസ്റ്റുകളും തട്ടും. നട്ട്സ്, ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ് എല്ലാം, ഇതൊക്കെ എല്ലാം അവർ കഴിക്കും. ഇനി നെക്സ്റ്റ് കൊടുത്തേക്കണത് വി ഹണ്ട് ഫോർ പ്രേ ഇൻ പ്ലേസസ് വെയർ ദർ ഇസ് വാട്ടർ. അപ്പോൾ ഈ ഡക്കാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഡക്സ് എന്ത് ചെയ്യും? ഇവർ വെള്ളമുള്ള സ്ഥലത്ത് പോയിട്ട് ഹണ്ട് ചെയ്യും, കൊന്നിട്ടാണ് ഇവർ ഇര പിടിക്കുന്നത്. ഇര പിടിച്ചിട്ടാണ് അവർ കഴിക്കുന്നത്. ഇനി അടുത്ത ടീംസ് ഉണ്ട്, അതിന് താഴെ അടുത്ത ടീംസ് ഐ ലൈക്ക് ടു ചേസ് ആൻഡ് ക്യാച്ച് ദ പ്രേ. ഇതൊരു ചക്കിപ്പരുന്നാണ്. ചക്കിപ്പരുത്തിന് എന്താ ചെയ്യേണ്ടത്? അതിൻ്റെ ഇരേനെ അത് ഓടിച്ചിട്ട് പിടിച്ച് കൊന്നു കഴിക്കാനാണ് താല്പര്യം. ഇനി അടുത്ത ആളുണ്ട്, ഐ ലൈക്ക് ടു പെക്ക് ആൻഡ് ഈറ്റ് ഗ്രാസ്, സീഡ്സ് ആൻഡ് ഗ്രെയിൻസ്. ഇതൊരു കുരുവിയാണ്. ഈ കുരുവിക്ക് സ്പാരോ ആണ്. സ്പാരോക്ക് എന്താണ് ഇഷ്ടം? ചെടിയുടെയും പുല്ലിൻ്റെയൊക്കെ ഇടയിൽ പോയിട്ട് കൊത്തിപ്പെറുക്കി തിന്നാനാണ് ഇഷ്ടം. ഐ ആം വൺ എമംഗ് ദ ഫ്രൂട്ട് ഈറ്റേഴ്സ്. അടുത്തത് ഒരു തത്തമ്മയാണ്. തത്തമ്മയ്ക്ക് എന്താ ഇഷ്ടം? ഫ്രൂട്ട് കഴിക്കാനാണ് ഇഷ്ടം. ഇപ്പോൾ പല ബേർഡ്സ് പലതാണ് കഴിക്കുന്നതെന്ന് മനസ്സിലായില്ലേ? ഇനി നമുക്ക് താഴെ ഒരു നെസ്റ്റ് തന്നിട്ടുണ്ട്. ഫൈൻഡ് ദം ആൻഡ് റൈറ്റ് ദ നെയിംസ് ഓഫ് മോർ ബേർഡ്സ് ഇൻ ദ നെസ്റ്റ്. കൂടുതൽ പക്ഷികളുടെ പേര് ഈ നെസ്റ്റിൽ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. പാരറ്റ്, ഹോൺബിൽ, ടൂക്കൻ, ബുൾബുൾ, കോയൽ, മൈന. ഇതെല്ലാമാണ് ഫ്രൂട്ട്സ് അല്ലെങ്കിൽ ബെറീസ് കഴിക്കുന്ന ആൾക്കാർ. ഇനി നെക്ടർ സക്കർ, തേൻ കുടിക്കുന്ന ആൾക്കാർ. ഹമ്മിങ് ബേർഡ്, ഹണി ക്രീപ്പർ, സ്പൈഡർ ഹണ്ടർ, ഇവരൊക്കെ എല്ലാം ആണ് തേൻ കുടിക്കുന്ന ആൾക്കാർ. ഈ ഹണി ക്രീപ്പർ, സ്പൈഡർ ഹണ്ടറൊക്കെ ഓസ്ട്രേലിയയിലുള്ള ബേർഡ്സാണ്, കേരളത്തിലും ഇന്ത്യയിലും കാണില്ല. വുഡ് പെക്കർ, മൈന, വാഗ് ടെയിൽ, കിങ് ഫിഷർ, കുക്കു, നട്ട് ഹാച്ച്, ഇതെല്ലാമാണ് വേംസും ഇൻസെക്ട്സിനെയും തിന്നുന്ന ആൾക്കാർ. ഇനി നെക്സ്റ്റ് സ്പാരോ, പീജിയൻ, ക്വയൽ, ഡവ്, പെസൻറ്റ്, ഇതെല്ലാമാണ് ഗ്രെയിൻസ് തിന്നുന്ന ആൾക്കാർ. ഇനി നെക്സ്റ്റ് ഈഗിൾ, കൈറ്റ്, വൾച്ചർ, ക്രോ, റേവൻ, സ്ട്രോക്ക്, ഇവരാണ് ഡെഡ് അനിമൽസിനെ കഴിക്കുന്ന ആൾക്കാർ. ഇവരൊക്കെ ചത്തുപോയ അനിമൽസിനെയും ഇൻസെക്ട്സിനെയൊക്കെ കഴിക്കുന്ന ആൾക്കാരാണ്. റേവൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റേ ഫുൾ കറുപ്പുള്ള കാക്കില്ലേ, ബലിക്കാക്ക, അങ്ങനത്തെ കാക്കയാണ് റേവൻ. ക്രോ എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മുടെ നാട്ടിൽ കാണുന്ന സാധാരണ കാക്ക. കൈറ്റ് ചക്കിപ്പരുന്ത്, ഈഗിള് കൃഷ്ണപ്പരുന്ത്, മറ്റേ വൈറ്റ് ഫെതേഴ്സ് ഉള്ള പരുന്ത്. സ്ട്രോക്ക് കൊക്കുകളാണ്. ഇനി നെക്സ്റ്റ് പിക്ചറിനകത്ത് ഫിഷ്, വെള്ളത്തിൽ നിന്ന് ഭക്ഷണം കിട്ടുന്ന ആൾക്കാരാണ്. കിങ് ഫിഷർ, ഹെറോൺ, സ്ട്രോക്ക്, കോർമൊറൻറ്റ്, എഗ്രറ്റ്, സീകൾ. ഈ കോർമൊറൻറ്റ് എന്ന് പറഞ്ഞാൽ നീർക്കാക്കയാണ്. കോർമൊറൻറ്റ് അത് നീർക്കാക്കയാണ്. സീകൾ എന്ന് പറഞ്ഞാൽ കടൽക്കാക്കയാണ്. എഗ്രറ്റ് എന്ന് പറഞ്ഞാൽ വെള്ളക്കൊക്കാണ്. ഹെറോണും കൊക്ക് തന്നെയാണ്, കറുപ്പും ചാരയും കൂടിയ കൊക്ക്. സ്ട്രോക്ക് അതും ഒരു ടൈപ്പ് കൊക്ക് തന്നെയാണ്. ഈ ഞാറക്കൊക്ക്, ഞൊണ്ടിക്കൊക്ക് എന്നൊക്കെ പറയില്ലേ, അതുപോലത്തെ കൊക്ക്. ആർ ദ സൈസ് ആൻഡ് ബോഡി സ്ട്രക്ചർ ഓഫ് ദ ബേർഡ്സ് ഇൻ ഓൾ ദ നെസ്റ്റ് ദ സെയിം? വാട്ട് ആർ ദ അഡാപ്റ്റേഷൻ ഓഫ് ബേർഡ്സ് ഫോർ കളക്ടിങ് ഫുഡ്? അപ്പോൾ ഈ പക്ഷികളുടെ സൈസും ഷേപ്പും ഒക്കെ എല്ലാം ഒരുപോലെയാണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അല്ല, ഇവരുടെ സൈസും ഷേപ്പും ഒന്നും ഒരുപോലെ അല്ല. വാട്ട് ആർ ദ അഡാപ്റ്റേഷൻ ഓഫ് ബേർഡ്സ് ഫോർ കളക്ടിങ് ഫുഡ്? ഇനി ഇവർക്ക് എന്തൊക്കെ അഡാപ്റ്റേഷൻസ് ആണുള്ളത്? ഈ ഭക്ഷണം ശേഖരിക്കുന്നതിന് വേണ്ടി ഇവരെന്തൊക്കെ അഡ്ജസ്റ്റ്മെൻറ്റുകളാണ് നടത്തിയിരിക്കുന്നത്? അപ്പോൾ അത് ഓരോന്നും വ്യത്യസ്തമായിട്ടുള്ള അഡ്ജസ്റ്റ്മെൻറ്റുകളാണ്. അപ്പോൾ റൈറ്റ് ദം ഡൗൺ, അത് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ എഴുതി ഒരു നോട്ടായിട്ട് എഴുതിയിടാം. ഡ്രോ ആൻഡ് മാച്ച്, ഐഡൻറ്റിഫൈ ആൻഡ് ജോയിൻ ദ ലെഗ്സ് ഓഫ് ബേർഡ്സ് ബേസ്ഡ് ഓൺ ദ നേച്ചർ ഓഫ് ബീക്ക്. അവിടെ നമുക്ക് ഡക്ക് ഉണ്ട്, കിങ് ഫിഷർ, ഈഗിൾ, ക്രെയിൻ, ഇത് വുഡ് പെക്കർ.
ഈ 4 പേരുടെയാണ് പിക്ചർ തന്നിട്ടുള്ളത്. ഇനി ബേർഡ്സ് ആൻഡ് ദെയർ ഹാബിറ്ററ്റ്. വേർ ക്യാൻ വി സീ ബേർഡ്സ്? നമുക്ക് ബേർഡ്സിനെ എവിടെയാണ് കാണാൻ സാധിക്കുന്നത്? എവിടെയാണ് നമുക്ക് കാണാൻ സാധിക്കുക ബേർഡ്സിനെ? പോണ്ടിൻ്റെ അടുത്ത് കാണാം, ഗാർഡൻ ആൻഡ് പാർക്ക് കാണാം, ഫാംസ് ആൻഡ് ഫീൽഡ്, കുളത്തിൻ്റെ കരയിൽ കാണാൻ പറ്റും, പൂന്തോട്ടത്തിലും പാർക്കുകളിലും കാണാൻ പറ്റും, തോട്ടത്തിൽ കാണാൻ പറ്റും, ഹിൽ ആൻഡ് ഫോറസ്റ്റ്, മലകളുടെ മേലെയും കുന്നുകളുടെ മേലെയും കാടിലും കാണാൻ പറ്റും, വെറ്റ് ലാൻഡ്സ്, ചതുപ്പ് നിലങ്ങളിൽ കാണാൻ പറ്റും. നെയിം ദ ബേർഡ് സീൻ ഇൻ വാട്ടർ റിച്ച് പ്ലേസസ്. വെള്ളം കൂടുതലുള്ള സ്ഥലത്ത് കാണുന്ന പക്ഷികളുടെ പേര് എഴുതാൻ പറഞ്ഞിട്ടുള്ള സ്ട്രോക്ക്, ഹെറോൺ, ക്രെയിൻ, ഡക്ക്, കിങ്ഫിഷർ, കോർമറൻറ്റ്, സീഗൾ, എഗ്രറ്റ്, ഇതൊക്കെ നമുക്ക് ഇതിനകത്ത് എഴുതാം. നേരത്തെ പിക്ചറിൽ തന്നിരിക്കുന്ന ആ സെയിം ബേർഡ്സിൻ്റെ പേരാണ്, ഞാനിവിടെ എഴുതിയിട്ടില്ല, അപ്പോൾ നിങ്ങൾക്ക് അതൊക്കെ ആഡ് ചെയ്യാം. അവരെല്ലാം, ഈ കോർമറൻറ്റ് നീർക്കാക്കയാണ്, സീഗൾ കടൽക്കാക്കയാണ്, എഗ്രറ്റ് വെള്ളക്കൊക്ക്. വാട്ട് ആർ ദെയർ ഫീച്ചേഴ്സ്? അവരുടെ പ്രത്യേകത എന്തെല്ലാമാണ്? അവർക്ക് വലിയ നീട്ടമുള്ള ലെഗ്സ് ആയിരിക്കും ഉണ്ടാവുക, ലോങ് ലെഗ്സ്, ലോങ് ബീക്ക്, നീട്ടമുള്ള ചുണ്ടുകളായിരിക്കും, കൊക്കുകളായിരിക്കും ഉണ്ടാവുക, ലോങ് നെക്ക്, നീട്ടമുള്ള കഴുത്തുകൾ ഉണ്ടാകും, വാട്ടർ പ്രൂഫ് ഫെദേഴ്സ് ആയിരിക്കും, വാട്ടർ പ്രൂഫായിട്ടുള്ള തൂവലുകളായിരിക്കും, വെബ്ഡ് ഫീറ്റ്, ചില ആൾക്കാർക്ക് വെബ്ഡ് ഫീറ്റാണ്, നീന്താൻ വേണ്ടിയിട്ട് വെബ്ഡ് ഫീറ്റ് ആയിരിക്കും ഉണ്ടാവുക, താറാവിൻ്റെ ഫീറ്റ് പോലത്തെ ഫീറ്റുകൾ, സ്ട്രോങ് വിങ്സ്, ഗുഡ് ഐസൈറ്റ്, ഫ്ലോട്ടിംഗ് ബോഡി, അവരുടെ നല്ല ശക്തിയുള്ള വിങ്സ് ആയിരിക്കും, ചിറകുകളായിരിക്കും, നല്ല കാഴ്ചയുണ്ടാകും, കാരണം വെള്ളത്തിൻ്റെ അടിയിൽ കൂടി പോകുന്ന മീനുകളെ കാണണമല്ലോ, അപ്പോൾ നല്ല കാഴ്ചശക്തി ഉണ്ടാകും. ഫ്ലോട്ടിംഗ് ബോഡി, വെള്ളത്തിൻ്റെ മേലെ പൊങ്ങിക്കിടക്കുന്ന ടൈപ്പ് ബോഡി ആയിരിക്കും അവർക്ക് ഉണ്ടാവുക. നോട്ട് ഓൾ ബേർഡ്സ് ഹാവ് ദ സെയിം ബോഡി സ്ട്രക്ചർ. അപ്പോൾ എല്ലാ പക്ഷികൾക്കും ഒരുപോലത്തെ ബോഡി സ്ട്രക്ചർ ആയിരിക്കില്ല, ശരീരഘടന ആയിരിക്കില്ല. സം ഹാവ് ലോങ് പോയിൻറ്റഡ് ബീക്സ് ആൻഡ് ലോങ് ലെഗ്സ്. ചില പക്ഷികൾക്ക് നീട്ടമുള്ള ചുണ്ടുകളും കൂർത്തിരിക്കുന്ന ചുണ്ടുകളായിരിക്കും ഉണ്ടാവുക, കാലുകൾക്ക് നല്ല നീട്ടമുള്ളതായിരിക്കും. കളക്ഷൻ ഓഫ് ഫുഡ് ആൻഡ് മൂവ്മെൻറ്റ് ആർ റിലേറ്റഡ് ടു ദ ബോഡി സ്ട്രക്ചർ ഓഫ് ബേർഡ്സ്. അപ്പോൾ ഭക്ഷണ ശേഖരണവും അവരുടെ മൂവ്മെൻറ്റ്സ്, പോകാനും വരാനും പറക്കാനുള്ള കഴിവുകൾ, എവിടെയാണ് താമസിക്കുന്നത്, അതൊക്കെ അനുസരിച്ചിട്ടാണ് അവരുടെ ബോഡി പാർട്സ് എങ്ങനെയാണ് വേണ്ടതെന്നുള്ള തീരുമാനിച്ചിരിക്കുന്നത്. അവരുടെ സ്ട്രക്ചർ അങ്ങനെയാണ്, ശരീരഘടന ഉണ്ടാക്കിയിരിക്കുന്നത് അവരുടെ ഭക്ഷണ ശേഖരണവും അവരുടെ പറക്കലിൻ്റെ കഴിവും ഒക്കെ വെച്ചിട്ടാണ്. ബേർഡ്സ് ദാറ്റ് ഹണ്ട് ഫോർ പ്രേ ഇൻ വാട്ടർ റിച്ച് ഏരിയാസ് ഹാവ് ഓയിലി ഫെദേഴ്സ്. അപ്പോൾ പക്ഷികൾക്ക് വെള്ളത്തിൽ ഇര തേടുന്ന പക്ഷികളാണെങ്കിൽ അവർക്ക് എങ്ങനെയുള്ള ഫെദേഴ്സ് ആയിരിക്കും ഉണ്ടാവുക? ഓയിലി ഫെദേഴ്സ് ആയിരിക്കും ഉണ്ടാവുക. ഇതിൻ്റെ ബാക്കി ഭാഗം ഇനി പാർട്ട് 2 ആയിട്ട് ഇടാം. താങ്ക്സ് ഫോർ വാച്ചിങ്. അടുത്ത മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുമ്പോഴേക്കും ബൈ. എൻ്റെ വീഡിയോ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.